സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്കിലുള്ള ഒരു പഞ്ചായത്തിൻ്റെ പേരാണ്. ആ പഞ്ചായത്തിൻ്റെ പേര് പെരിഞ്ഞനം എന്നാണ്. പെരിഞ്ഞനത്തിന് പ്രാദേശികമായി അല്ലെങ്കിൽ തദ്ദേശീയമായി കൊടുക്കുന്ന നിർവചനം ഇതാണ്: പെരിയ ജ്ഞാനമുള്ളവരുടെ സ്ഥലമെന്നാണ്. പെരിയ ജ്ഞാനമുള്ളവരുടെ സ്ഥലം ആണ് പെരിഞ്ഞനമായി മാറിയത് എന്നാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ പൗരാണിക കേരളത്തിൽ നിരവധി പ്രാദേശിക ദേശീയ യൂണിവേഴ്സിറ്റികൾ നിലനിന്നിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സർവകലാശാലകൾ നിലനിന്നിരുന്നു. ആ സർവകലാശാലകൾ നമുക്കറിയാം. കാന്തളൂർ ശാല, ദക്ഷിണ നളന്ദ എന്ന് പറയുന്ന സർവകലാശാല, എണ്ണാഴിശാല എന്ന് പറയുന്ന തിരുവല്ലശാല, നിരണം ശാല, പിന്നെ അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള മറ്റു ശാലകളാണ് തിരുനെല്ലൂർ ശാല, കുന്നൂർ ശാല തുടങ്ങിയ പ്രാദേശിക യൂണിവേഴ്സിറ്റികൾ. ഇതിനോട് അനുബന്ധിച്ച് എങ്കിൽ പെരിഞ്ഞനങ്ങൾ ഉണ്ടാകണം. കാരണം യൂണിവേഴ്സിറ്റികളിൽ വളരെ പ്രധാനമായും വിദ്വാൻമാരുടെ ജ്ഞാനമുള്ളവരുടെ ആവശ്യമുണ്ട്. പക്ഷെ അവിടെ എങ്ങും തന്നെ പെരിഞ്ഞനമില്ല. പകരം അവിടെ ഉള്ളത് കോട്ടിലങ്ങളാണ്. കോട്ടിലം എന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് ലേൺഡ് പേഴ്സൺസ്, വിദ്വൽ സദസ്സ് എന്നാണ്. അപ്പോൾ വിദ്വൽ സദസ്സിന് നമ്മളിവിടെ ഉപയോഗിച്ചിരുന്ന തദ്ദേശീയ പദം എന്ന് പറയുന്നത് കോട്ടിലം എന്നാണ്. ഇനി അതിന് പ്രാദേശിക വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ നിരണം ശാല, അത് മധ്യ കേരളത്തിലേതാണ്. അവിടെയും നമുക്ക് ഈ പെരിഞ്ഞനം കാണാൻ കഴിയില്ല. അപ്പോൾ ജ്ഞാനം ഉള്ളവരുടെ പേര് എന്നുള്ളത് ഒരു നാട്ടുനിരുക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കണ്ടാൽ മതിയാകും. പക്ഷെ ഇവിടെ നമ്മൾ ആ സ്ഥലത്തിൻ്റെ നിർവചിക്കുമ്പോൾ അവിടുത്തെ ഭൂപ്രകൃതി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പെരിഞ്ഞനത്തിനെ രണ്ടായി കീറി മുറിച്ചുകൊണ്ടാണ് NH-17 കടന്നു പോകുന്നത്. കിഴക്ക് എന്നും പടിഞ്ഞാറ് എന്നും രണ്ടായി കീറി മുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പെരിഞ്ഞനം പഞ്ചായത്തിൻ്റെ കിഴക്ക് വശത്ത് കാണുന്ന കനോലി കനാൽ, അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് അറബിക്കടലാണ്. തെക്ക് വശത്ത് മതിലകം പഞ്ചായത്തും വടക്ക് വശത്ത് കയ്പമംഗലം പഞ്ചായത്തുമാണ്. ഇതിൽ നമുക്ക് പ്രാധാന്യത്തോടെ കാണേണ്ടത് കിഴക്ക് വശത്തുള്ള കനോലി കനാൽ, പടിഞ്ഞാറ് വശത്തുള്ള അറബിക്കടൽ. അറബിക്കടൽ നമുക്കറിയാം, എറിത്രിയൻ സീ എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന അറബിക്കടൽ. കിഴക്ക് വശത്തെ കനോലി കനാൽ, ഈ കനോലി കനാല് 1842, 43, 44 കാലഘട്ടത്തിലാണ് ഇത് ചെയ്യുന്നത്. മലബാർ കളക്ടറായിരുന്ന HV കനോലി എന്ന സാഹിബിൻ്റെ പേരിലാണത് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്താണത് വെട്ടിയത്. അതായത് കോഴിക്കോട്ട് നിന്ന് 14.5 കിലോമീറ്റർ, ഏകദേശം 14.5 കിലോമീറ്റർ പിന്നെ നീളത്തിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. കോരപ്പുഴ മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് ഇതിൻ്റെ ഒരു നീളമെന്ന് പറയുന്നത്. 11.4 കിലോമീറ്ററാണ്. ഇതിൻ്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ് അന്നത് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിർമ്മിച്ചത് യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ്. ഈ 46-നും 50-നും ഇടയ്ക്കാണ് ഇതിൻ്റെ പണി തീർക്കുന്നത്. പക്ഷേ ഇത്രയും സൗകര്യങ്ങളും ജനത്തിന് യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും പരിഷ്കാരങ്ങൾ വരുത്തിയ ഈ കനോലി, HV കനോലി എന്ന അദ്ദേഹത്തെ കലാപകാരികൾ ഒരു സുപ്രഭാതത്തിൽ കുത്തിക്കൊല്ലുകയാണുണ്ടായി. അങ്ങനെ വധിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർന്നാണ് കനാലിന് കനോലി കനാൽ എന്ന് പേര് വന്നു. അപ്പോൾ ഈ കനാൽ രൂപപ്പെട്ടതിന് ശേഷമാണ് പെരിഞ്ഞനം വന്നത്. പെരിയ കനാൽ, പെരിയ കാനം എന്നുള്ള അർത്ഥത്തിലാണ്. പെരിയ കാനം പറഞ്ഞ് പെരിഞ്ഞനമായി ചുരുങ്ങുകയാണുണ്ടായത്. ഭാഷാശാസ്ത്രം ഇത് ശരിവെക്കുന്നുണ്ട്. പെരിയ കാനം, കാനം ഞാൻ മുമ്പൊരധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാനം എന്ന് പറഞ്ഞാൽ നീരൊഴുക്കുള്ള ചാൽ എന്നാണ്. വെള്ളമുണ്ടാകണം, ചാലായിരിക്കണം. വെള്ളമൊഴുകുന്ന, നീരൊഴുകുന്ന ചാൽ എന്നുള്ള അർത്ഥത്തിലാണ് കാനം രൂപം. പെരിയ കാനം, പെരിങ്കാനം, പെരിങ്ങനം
അങ്ങനെ രൂപാന്തരം പ്രാപിച്ചതാണ്. അങ്ങനെ പെരിയ കാനം പെരിങ്ങനമായി രൂപപ്പെടുന്നതിന് കാരണമായത് 1846-നും 50-നും ഇടയ്ക്ക് നിർമ്മിക്കപ്പെട്ട ഈ കനാലിൻ്റെ പേരിൽ നിന്നാണ്. 1962 വരെ ഈ പെരിങ്ങനം ചരിത്രത്തിൽ ഇടം പിടിക്കാത്ത ഒരു സ്ഥലമാണ്. 1942 ഈ NH-ന് കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രദേശങ്ങൾ കൂടി ചേർത്തുകൊണ്ട് പെരിങ്ങനം പഞ്ചായത്ത് രൂപപ്പെടുന്നത്. പെരിങ്ങനം പഞ്ചായത്ത് രൂപപ്പെട്ടതിന് ശേഷമാണ് ഇതിൻ്റെ പട്ടണത്തിലേക്കുള്ളൊരു പ്രവേശനം. ഈ ക്രമേണ കൊണ്ട് ഇത് വളർന്ന് ഏതാണ്ട് ഒരർത്ഥ പട്ടണത്തിൻ്റെ പദവിയിലേക്ക് പെരിങ്ങനം വളരുന്നതും ഒക്കെ ഇക്കാലത്താണ്. അതുമാത്രവുമല്ല, ഈ ഹൈവേയുടെ വികസനവും ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കു പറഞ്ഞാൽ 2 സംഭവങ്ങളാണ് ഈ പെരിങ്ങനമെന്ന പഞ്ചായത്തിനെ അർത്ഥപട്ടണത്തിലേക്ക് മാറ്റുന്നത്. ഒന്ന്, ഈ കനോലി കനാലാണ് അതിൻ്റെ പേരിന് കാരണമായത്. 62 പഞ്ചായത്ത് രൂപീകരണമാണ് അതിൻ്റെ വളർച്ചയ്ക്ക് രണ്ടാമത് കാരണമായത്. മൂന്നാമത് കാരണമായത് എന്ന് പറയുന്നത് അതിൻ്റെ ഈ കനോലി സാഹിബിൻ്റെ പേര് കൂടി ചേർത്ത് ഇത് വിവക്ഷിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇതിന് ചരിത്ര പ്രാധാന്യം കൂടി ഈ പെരിങ്ങനം എന്ന സ്ഥലത്തിന് പ്രാധാന്യം കൈവരുന്നത്. പെരിയ കാനമാണ് പെരിങ്ങനമായി മാറിയത് എന്ന് നമ്മുടെ വാമൊഴി വഴക്കങ്ങളും ചരിത്ര ഭാഷ്യങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തും. നന്ദി, നമസ്കാരം.